ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. AD ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സാണ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡായി വീഡിയോയിലിട്ടടക്കം, സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുള്ളത് 732/2024. കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈനായി മാത്രം അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.government.in പോയിട്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വകുപ്പ് പറഞ്ഞിട്ടുള്ളത് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസസ് ആണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവറാണ്, വാർഡൻ ഡ്രൈവറാണ് പറഞ്ഞിട്ടുള്ളത്. ശമ്പളം 26,500 മുതൽ 60,700 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം 13 പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുണ്ട്, നേരിട്ടുള്ള നിയമനമാണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1995 1/2006 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ 2 ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ള SLC പാസ്സാവണം, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ്. ശാരീരിക യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. 81.3 സെൻറ്റിമീറ്റർ നെഞ്ചളവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 5 സെൻറ്റിമീറ്റർ നെഞ്ച് വികാസം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കാഴ്ചശക്തിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കായികക്ഷമതയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ 8 ഐറ്റംസാണ് കൊടുത്തിട്ടുള്ളത്. 8 ഐറ്റംസിൽ 5 ഐറ്റംസിൽ നമ്മൾ പാസ്സാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യരാവുള്ളൂ. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ളൊരു ഓഫീസറുടെ കയ്യിൽ നിന്ന് ലഭിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് കാഴ്ചശക്തിയുടെ ഒരു സർട്ടിഫിക്കറ്റും വേണം. അത് ഗവൺമെൻറ് ഒഫ്തോൾമോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഫോർമാറ്റും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അതുപ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫൈനൽ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തു വെക്കണം. നമ്മുടെ ഫോട്ടോയുടെ സൈസ്, സിഗ്നേച്ചറും സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഫോട്ടോ 6 മാസത്തിന് ഉള്ളിലെടുത്ത ഫോട്ടോ ആയിരിക്കണം. അപ്പോൾ അത് പ്രകാരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്ത് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 29/1/2025 ആണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.